ഗൈസ്, കുറേ നാളായില്ലേ എല്ലാവരോടെ ആയിട്ട് കണ്ടിട്ട്. കാരണം ലേറ്റസ്റ്റ് നമ്മളെടുത്ത വീഡിയോ എന്നൊക്കെ പറയുന്നത് ഷോർട്സ് വീഡിയോസ് ആയിരുന്നു. പിന്നെ നമ്മുടെ സീരീസ് കഴിയുന്ന ലാസ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യും, എന്തെങ്കിലും ഒരു അപ്ലോഡേഷൻ വേണമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ സ്കൂൾ പറഞ്ഞപ്പോൾ ഭയങ്കര പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പം അതിൻ്റെ കാര്യമേ വിട്ടത്. ഇന്ന് എൻ്റെ ഹല്ല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാണാനൊന്നും പറ്റത്തില്ലെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പം അതാണ് പുതിയ ഷെൽഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാനും. ആ 2 ഡ്രോസ് എൻ്റേതാണ്. ഈ ഒരു ബാർബി സെക്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഈവനിങ് റുട്ടീൻ കൂട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. എൻ്റെ ഒരു ബാർബി തിങ്സും കാര്യങ്ങളാണ്. നമ്മളിതൊക്കെ ഒരു വീടായിട്ട് കളിക്കുന്നതൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ വേണം അപ്ലോഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് ഇതിന് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ബാർബിക്ക് ഈ ബലൂണിന് ചുടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി വരുന്നുണ്ടായിരുന്നു. പിന്നെ ബാർബിക്കൊരു ഹെയർ കട്ട് കൊടുത്തു, വാഷിങ് കൊടുത്തു, അങ്ങനെയല്ല. പിന്നെ എനിക്ക് ഈ യെല്ലോവൽ ഡോളുണ്ട്. പിന്നെ എൻ്റെ മറ്റേ കിച്ചൺ സെറ്റിൽ നിന്ന് കിട്ടിയൊരു ഡോൾ ഹൗസിൻ്റെ ഡോളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉടുപ്പും സ്കേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉടുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഒന്നുകൂടെ ഉണ്ടാക്കേണ്ട വരും. ഒരു റെഡ് ആൻഡ് പിങ്ക് തീമാണ്. മുകളിലാട്ടോ ഞാൻ മേക്കപ്പ് തിങ്സ് വെക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ഒരു കമ്പാർട്ട്മെൻറ്റാണ്. ഇത് ഷർട്ട്, ഇത് സ്കേർട്ട്. ഇത് ഫയർ തീം ഔട്ട്ഫിറ്റാണ്. ഒരു ക്രോപ്പ് ടോപ്പും ഒരു സ്കേർട്ടും. പിന്നെ ഇതിൻ്റെയാണ് ഞാൻ പറഞ്ഞ പൊട്ടിപ്പോയിന്ന് ഷർട്ട്. ഇത് സ്കേർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഉടുപ്പ് മാറി കാണിക്കാം. അപ്പം ഞാനതൊരു ഇതായിട്ട് കാണിക്കുന്നില്ല. എനിക്ക് ഫയർ ഡ്രസ്സാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നേരത്തെ എനിക്ക് പിങ്കും റെഡ് ആയിരുന്നെങ്കിലും എനിക്ക് പിന്നെ ഞാൻ ഇട്ടിട്ട് പിന്നെ കുറേ നേരം ഈ ഫയർ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ബാക്കി എന്നെ ഇഷ്ടപ്പെട്ടെങ്കിലും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ക്രോപ്പ് ടോപ്പാണ്. ബാക്കി പിങ്കും ക്രോപ്പ് ടോപ്പാണ് ഉണ്ടാക്കിയത്. പക്ഷേ യെല്ലോ ആണ് കുറച്ചുകൂടെ ഒരു നല്ലൊരു ക്രോപ്പ് ടോപ്പായി മാറിയത്. എസ്പെഷ്യലി ഒരു ഫയർ തീം കൂടെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനും തന്നെ. ഞാനിപ്പോൾ ഇടാനൊക്കെ ഒന്നും അത്ര ഹാർഡൊന്നുമല്ല, ഭയങ്കര ഈസിയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൈ ഉള്ള ഉടുപ്പല്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. ചില ആൾക്കാർ കൈയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കൈ ഉള്ള ലൈക്ക് ഇതുണ്ട് സ്ട്രൈപ്സ്, അത് ബലൂൺ വെച്ചൊക്കെ ഉണ്ടാക്കി ഇടണമെങ്കിലൊരു വലിയ മെനക്കത്ത പരിപാടിയാണ് കേട്ടോ. പിന്നെ അത് ഊരാനേ നമുക്ക് തോന്നില്ല. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഊരിയിട്ട് പിന്നെ ഇടണമെന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്. അപ്പം ഞാനങ്ങനെ സ്കേർട്ട് ഇടണം കേട്ടോ. അങ്ങനെ കാല് കയറ്റാൻ ഭയങ്കര പാടാണ്. ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ക്രോപ്പ് ടോപ്പ് സ്റ്റൈൽ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഫുള്ളി കൺസിഡർ ചെയ്യുന്നുണ്ട് ക്രോപ്പ് ടോപ്പായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പോൾ ഇന്ന് തേഴ്സ്ഡേയും കൂടെ ആയതുകൊണ്ട് കേട്ടോ ഒരു വ്ളോഗ് ഇടുന്നത് തന്നെ. കാരണം ഞാൻ ആദ്യം തന്നെ സ്കൂൾ തുറക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേസിലായിരിക്കും ഇതിലേതെങ്കിലും 2 3 അല്ലെ അടുപ്പിച്ച് അല്ലെ ഓരോ ദിവസം വീതം ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗ് ഇടാറില്ലല്ലോ. എപ്പോഴും ഷോർട്സും ഡാൻസും ഔട്ട് ഓഫ് ട്രെൻഡ് ഡാൻസും ഒക്കെ അല്ലേ ഇടുന്നത്. എന്നാലും അതിൽ കുറേ വ്യൂസ് കിട്ടുന്നതുകൊണ്ട് തന്നെ താങ്ക് യു. അങ്ങനെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഫയർ തീംഡ് ഡ്രസ്സ് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫയർ തീം ഡ്രസ്സ്. ഐ ഹോപ്പ് എവറി വൺ ലവ്സ് ഇറ്റ്. ലൈക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതേ ഉള്ളൂ. അല്ല ഇങ്ങനെ ഇവിടം വരെ ഉണ്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ അൺഅപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്കേർട്ട് മേള് നമുക്ക് വലിച്ചിടാവുന്നേ ഉള്ളൂ കേട്ടോ. അത്ര ഈസിയാണ്. അങ്ങനെ ഫസ്റ്റ് ഡ്രസ് നമ്പർ 1 ഇതായിരുന്നു. ഇതെൻ്റെ ഡ്രസ് നമ്പർ 4 ആണ്. ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടും കേട്ടോ. കാരണം ഫുൾ ടൈം നമ്മൾ ഈ ബലൂൺ തന്നെ ഇടുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ ഗൈസ്, ഈ വീക്കിലത്തെ സ്കൂളൊക്കെ നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ
തുറക്കാത്തവരും ഉണ്ട് നമ്മുടെ ഇവിടെ. ഞാൻ സെൻട്രലിലാണ്, ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ്. പിന്നെ കുറച്ച് രണ്ട് മൂന്ന് സ്കൂളൊക്കെ എൻ്റെ സ്കൂൾ തുറക്കുന്ന മുമ്പ് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പിന്നെ തുറന്നത് എൻ്റെ 4th സ്കൂളാണ്. അപ്പം എൻ്റെ സ്കൂൾ തുറന്നു. ഇനി യുണൈറ്റഡും കൂടെ തുറന്നാൽ മതി. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളാണ് കേട്ടോ. നല്ല സ്കൂളൊക്കെ തന്നെയാണ് കേട്ടോ, അടുത്തുള്ളൊരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളൂടെ ഇനി തുറന്നാൽ പിന്നെ മൊത്തം ഇതായിരിക്കും, നല്ലതായിരിക്കും. കാരണം സ്കൂൾ തുറന്നാൽ പിന്നെ എല്ലാവർക്കും വരാതിരിക്കാൻ പറ്റില്ല. അപ്പം ചിലവർക്ക് അങ്ങനെ ഞാൻ ഒരു ഇതിട്ടിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പം ഞാനൊരു കാര്യം എടുക്കാൻ പോയതാണ്. ആ കാര്യം ഞാൻ ലാസ്റ്റ് പറയും എടുത്ത് കാണിക്കുമ്പം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു പിടുത്തം വരും. അങ്ങനെ എന്തെടുത്തു. ഇനി സ്കേർട്ട് കൂടി ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ ആരൊക്കെയാണ് ബാർബി ഡോൾസ് ഫാനും കൂടെ നിങ്ങൾ ഇങ്ങനെ ബലൂൺ വെച്ച് ഉടുപ്പ് ഉണ്ടാക്കിയിട്ട്? പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേസ് ഗ്രാൻഡ് അല്ലേ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാൻഡാണ് വലുതായി. അപ്പം ആ സമയത്തൊക്കെ കുറേ ബലൂൺസൊക്കെ കാണത്തില്ല. അപ്പോൾ ആ ബലൂൺസൊക്കെ എടുത്ത് ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും, പക്ഷെ ഒരിക്കലും പറ്റില്ല. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ ഡ്രസ് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഫ്രോക്ക് കുഴപ്പമില്ല. 3, 2, 1 അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോയത്. ഇങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, പക്ഷെ ലോങ് ഒരു ഡേ ഇൻ അവർ ലൈഫ് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ അങ്ങനെ കൺസെൻട്രേറ്റ് ചെയ്യണ്ട. പിന്നെ ഞാൻ ഇനി ഫ്രൈഡേ സാറ്റർഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഗൈസ്. ഞാൻ ചിന്തിച്ചിട്ടൊക്കെ വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഡ്രസ്സിൻ്റെ ഒരു ഇതായിരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏത് ഇഷ്ടപ്പെട്ടത്. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഫിനിഷ് ചെയ്യുന്നത് ഈ ഉടുപ്പ് കഴിഞ്ഞിട്ടാട്ടോ. അപ്പം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, ബൈ ബൈ.